ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ആക്ച്വലി ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ആ ഓക്കെ. സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോയ ആളുകളാണ്, അല്ലെങ്കിൽ സ്നേഹത്തിന് മുമ്പിൽ അടിയറവ് പറഞ്ഞ് വെക്കേണ്ട ആളുകളാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. അതായത് നേരത്തെ അടിയറവ് പറഞ്ഞു കഴിഞ്ഞു, സ്നേഹത്തിന്റെ മുമ്പിൽ തോറ്റുപോയി പല കാര്യങ്ങളും. അതായത് നിങ്ങൾ ഈ ബന്ധം എന്താ പറയാ ബിൽഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ പല ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ പല ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്താൻ നോക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പോയിന്റിൽ വരുമ്പോൾ ഈ വ്യക്തിയുടെ മെമ്മറീസ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ, ഈ വ്യക്തി പണ്ട് നിങ്ങളുടെ കൂടെ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്താ പറയാ ഒരുപാട് കരഞ്ഞു, ഒരുപാട് പ്രേ ചെയ്തു, പല ആളുകളുടെ അടുത്തും കോണ്ടാക്ട് ചെയ്തു, സുഹൃത്തുക്കളുടെ അടുത്താകാം, അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരുടെ അടുത്താകാം, പല രീതിയിൽ പല വിധത്തിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ്. പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങനെ ഇറങ്ങിപ്പോയി? കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്, ഞാൻ നേരായ വഴിയിൽ കൂടി പോകുന്നു, ഞാൻ തെറ്റായ വഴികളിൽ കൂടിയല്ല പോകുന്നത് എന്ന് നിങ്ങൾ നുണകളിൽ കൂടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നിങ്ങൾ ടോട്ടലി വിശ്വസിക്കുകയും ചെയ്തു. കുറച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അല്ലോ അല്ലല്ലോ, ഇതങ്ങനെയല്ലല്ലോ ഈ ട്രാക്ക് പോകുന്നത്, ഈ ട്രാക്ക് വേറെ രീതിയിലാണല്ലോ. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ പല മുദ്രകളിൽ കുത്തപ്പെടും. മനസ്സിലായ? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പല മുദ്രകൾ ചാർത്തും. അപ്പൊ എന്താണ്, ഇനി അങ്ങനെ ആയിരിക്കോ, ഇയാൾക്ക് ഇഷ്ടപ്പെടൂലേ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും തോന്നുമോ, ഇയാൾ എന്നെ വിട്ടു പോയിക്കളയോ എന്നുള്ള ഒരു ടെൻഷനിൽ നിങ്ങൾ കുറെയൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കും, അല്ലെങ്കിൽ കാണാത്തോലിരിക്കും. എന്നാലും ഈ വ്യക്തി വീണ്ടും 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 പല കാര്യങ്ങളും മറച്ചു വെക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മറച്ചു വെച്ചുള്ള പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യം തുടങ്ങിയ പോലത്തെ ഒരു ബന്ധമല്ല പിന്നെ പിന്നെ പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് നല്ല രീതിയിൽ ആദ്യം ഒരു പോയിക്കൊണ്ടിരുന്നു, പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് വന്നു, വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും വന്നു, വേറെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നു. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എന്റെ സാഹചര്യം നിങ്ങളെന്താ മനസ്സിലാക്കാത്തതേ, എന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ സാഹചര്യം ഇങ്ങനെയാണ്. അങ്ങനെ സാഹചര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യമേ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നു. കാരണം ഒരു തരത്തിൽ നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ
വളരെയധികം അട്രാക്റ്റീവ് ആണെന്നും നിങ്ങളെ പറ്റിയുള്ള പല പുകഴ്ത്തലുകളും നിങ്ങളെ പറ്റിയുള്ള പല അതായത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കേണ്ടവരാണ്, നിങ്ങളിപ്പോ വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്യണം, നല്ല രീതിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ നല്ല രീതിക്ക് ഒരു പാതയിൽ കൂടി നയിക്കാൻ നോക്കിയത് നിങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു. ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റെ ജീവിതം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്നെ കൊണ്ട് നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ പൊളിശരത്തെ ട്രാക്ക് മാറ്റാന്ന് പറയണ പോലെ പൊളിശരത്ത് ട്രാക്ക് മാറ്റി കഴിഞ്ഞപ്പോ നിങ്ങൾ അവിടെ ഒറ്റക്കായി. വ്യക്തിയുടെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയണ പോലത്തെ ഒരു അവസ്ഥയുമായി. വെറുതെ അങ്ങനെ വരുമോ? കാരണം തേർഡ് പാർട്ടിയൊക്കെ വെറുതെ വരുമോ? നമ്മളുടെ അനുവാദം ഇല്ലാതെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഒരാളും നമ്മളുടെ ജീവിതത്തിലോട്ട് വരില്ല. മനസ്സിലായോ? ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കുറെ പേര് ധനസമ്പാദന അല്ലെങ്കിൽ ധനപരമായിട്ട് കുറെ സഹായിച്ചു, കുറെ പേര് ഫിസിക്കൽ കാര്യങ്ങളൊക്കെ കൊടുത്തു. മനസ്സിലായോ? കുറെ പേര് പല രീതിയിലും ഫിസിക്കൽ ടോക്ക്, സെക്ഷൽ ടോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിർബന്ധിക്കുമായിരിക്കും, നിങ്ങൾ അതൊക്കെ ചെയ്യുമായിരിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പരിപാടികളൊക്കെ നിങ്ങൾ ഇഷ്ടമില്ലെങ്കിലും നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നു. അതൊക്കെ എന്താ പറയാ, അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഒരു കുരിശായിട്ടുള്ള രീതിയിൽ, നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ തന്നെ അത് ഉള്ളിൽ കൊണ്ട് നടക്കുക. മനസ്സിലായോ? ആരോടും പറയാൻ പറ്റാതെ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ചില ആളുകളോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എല്ലാ ആളുകളോടും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ പേഴ്സൺസിനോട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിങ്ങൾ ഞെരിക്കപ്പെട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നോക്കട്ടെ. ഓക്കേ. ആരോടും പറയാതെ പെട്ടുപോയിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹം എന്ത് കരുതും എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് ആരോടും ഷെയർ ചെയ്യാതെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിൽ പോയി പെട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അതായത് കല്യാണം കഴിച്ച ആളുകളുമായിട്ടുള്ള ബന്ധം, കുട്ടികളുള്ള ആളുകളായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളായിട്ടുള്ള ബന്ധം, അതിൻ്റെ അകത്ത് എന്താ അവരുടെ അടുത്ത് ഇപ്പൊ ഒരു നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ അവരുടെ അടുത്തും റിലേഷൻഷിപ്പ് വെക്കുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം, അല്ലെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവണം. കാരണം ഇത് നല്ല രീതിക്ക് ജീവിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാണ്. മനസ്സിലായോ? കാരണം ഈ വ്യക്തി ഒരു സ്ഥലത്ത് മാത്രം എനർജി വെക്കുന്ന ആളല്ല. ഈ വ്യക്തിയുടെ എന്താ പറയുക, ഈ വ്യക്തിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തി അടുത്തടുത്തോട്ട് പോകും. ഒരു ഇമ്മെച്യൂരിറ്റി കാണിക്കും ചില സമയങ്ങളിൽ. ഈ വ്യക്തി മറ്റുള്ളവരുടെ കാര്യത്തിൽ പല കാര്യങ്ങളിലും വാതോരാതെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓ അവൻ അങ്ങനെ ചെയ്തു, ഇവൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല എന്ന് വാതോരാതെ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ സ്വന്തം തെറ്റുകൾ മാറ്റിവെക്കും. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, എൻ്റെ സാഹചര്യമാണത്, എന്നെ മനസ്സിലാക്കൂ, എൻ്റെ സാഹചര്യമാണ്. നിങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട്. അതൊരു 80% ആളുകൾക്കും ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എവിടെയാണോ പോയി പെട്ടിരിക്കുന്നത് അവിടെ ഒരു ബുദ്ധിമുട്ട് മീൻസ്
അവരെ ഈ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആളുടെ അടുത്താണ് പോയി പെട്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവിടെ നിന്ന് ഇപ്പൊ നിങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ട് പല വിധത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ മൈൻഡ് വൈസ് ഒക്കെ നോക്കുന്നുണ്ട്, തള്ളി നീക്കി വരാൻ. കാരണം നിങ്ങൾ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിക്ക് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പല ആളുകളും ഡിപ്രഷന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഡീഹൈഡ്രേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ നേർച്ചകൾ നേരുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു എടുത്തുചാട്ടം ഉള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പല ആളുകളും നിങ്ങൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു എടുത്തുചാട്ടം. ഈ പണ്ടുള്ള കാരണവന്മാര് പറയുന്ന പോലെ നമ്മളുടെ ഒരു അരിശത്തിന് കിണറ്റി ചാടിയ 9 അരിശം വന്നാലും കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. പക്ഷെ ഈ വ്യക്തി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷെ അതില് മാറി മറിഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പല വിധത്തിലുള്ള ആളുകളായിട്ടുള്ള ഇടപെടലും വന്നതുകൊണ്ടാണ് ഈ ഒരു സ്നേഹബന്ധം വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക്, അതായത് ഈ ഒരു ബ്ലാക്ക് മാജിക്കിന് ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മളുടെ അടുത്തോട്ട് വരണോന്ന് വിചാരിച്ചാലും വരില്ല. കണ്ണു മൂടിക്കെട്ട്. മനസ്സിലായോ? അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുകമറ പോലെ വരും. എത്ര ഇതാണെന്നുണ്ടെങ്കിലും ആ ഒരു എഫക്റ്റ് അത് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യങ്ങളും കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അസൂയപ്പെടുന്ന രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കേണ്ട ആളുകളാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്, എന്നെങ്കിലും വരും. ഇപ്പൊ തന്നെ ആളുകൾ വന്നിട്ട് കമന്റ് ഇടും, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, വെയിറ്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യം പറഞ്ഞത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പൊ ഒരു 1 വീക്ക് ഉണ്ടെങ്കിൽ ഈ സൺഡേ തൊട്ട് മൺഡേ വരെ, മൺഡേ തൊട്ട് സൺഡേ വരെ, ആ ഒരു ആഴ്ചയിൽ ഈ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഈ വ്യക്തിനെ ആലോചിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് ദൃഢപ്രതിജ്ഞ എടുക്കും. പക്ഷെ അതിൻ്റെ ഈ ലോറി പിടിച്ചു വരുന്നെന്ന് പറയണ പോലെ എല്ലാം കൂടിയുള്ള ഫീലിങ്സ് ഈ അടുത്ത ഫുൾ ആഴ്ച നിങ്ങൾ ടോട്ടലി ഇങ്ങനെ മൈൻഡ് അപ്സെറ്റ് ആക്കി കളയും. ടോട്ടലി നിങ്ങൾ ആകെ ഇതായി പോവും. അങ്ങനത്തെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയണം. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക. മനസ്സിലായോ? ഈ വ്യക്തി മാത്രമല്ലല്ലോ ഈ ലോകത്തിലുള്ളത്. നമ്മളോട് ചതി ചെയ്തു, അവരത് ഇനിയും അത് വരുമ്പോൾ ചതി ചെയ്യുന്നില്ല. ആ വ്യക്തി പൂർണ്ണമായിട്ടും മാറി, ആ വ്യക്തി ടോട്ടലി എല്ലാ രീതിയിലും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ, കാരണം പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരു സമയം കൂടി എന്ന് പറയണ പോലെ നിങ്ങളൊരു സമയം കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 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 ഇങ്ങനെ നമ്മളുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അവർ പറയുന്ന കാര്യങ്ങളും കേട്ട്, അവർ പറയുന്ന ഈ നുണകളും ഒക്കെ കേട്ട് നമ്മളുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നും നമ്മൾ നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ വിഷമിച്ചും ദുരിതം ഇതാക്കി നമ്മളുടെ കാര്യങ്ങളായിട്ട് നടന്നാൽ മതിയാ? അപ്പൊ അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോവാതിരിക്കുക. ഈ വ്യക്തി നിങ്ങൾക്ക് നല്ല രീതിക്ക് പഴയ കാര്യങ്ങളിലോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സ്വീകരിക്കുക. വീണ്ടും ഇത് ആവർത്തിക്കുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ്. കാരണം അങ്ങനെയുള്ളവരെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആരാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും അത് എന്താ പറയാ, ബുദ്ധിമുട്ടും വിഷമങ്ങളും എന്ന് പറയുന്നത് അത് ഓരോരുത്തരും പല രീതിയിൽ റിയാക്ട് ചെയ്യും. സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. എത്ര ടഫായിട്ടുള്ള എത്ര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതൊരു ബുദ്ധിമുട്ടിലാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒബ്സർവ് ചെയ്യുക കേട്ടോ. വരുവാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ.
നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് യൂണിവേഴ്സ് പല രീതിയിലുള്ള റിമൈൻഡേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോകരുത്, ഇവരിങ്ങനെയാണ്. ഇല്ല ഞാൻ പോകും. നിങ്ങളിങ്ങനെ പോകരുത്, ഞാനൊരു ഇൻസിഡന്റ് തരും. ഇല്ല ഞാൻ പോകും. നിങ്ങൾ പോകരുത്, ഞാൻ അങ്ങനെ കാണിച്ചു തരാന്ന് ദൈവം പറയുമ്പോ ഇല്ല, എനിക്ക് എൻ്റെ ആളെ ഇഷ്ടമാണ്, എനിക്ക് ആളില്ലാതെ പറ്റില്ല. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഇത്തിരി പിടിവാശിക്കാരായിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഈ വ്യക്തിയോടുള്ള ഒരു, എനിക്ക് തോന്നുന്നു വേറെ ഒരു ആളെ നിങ്ങൾ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ. കാരണം അനുഭവിക്കുന്ന ആളുകളുടെ വിഷമവും വേദനയും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമുക്ക് റീഡിങ് എടുക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിനൊരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് വരും, മനസ്സറിഞ്ഞൊരു വിഷമം വരും. നമുക്കൊരു ഹാപ്പി, ഒരു പല റീഡിങ് എടുക്കുമ്പോൾ ഹാപ്പി എൻഡിങ് വരാറുണ്ട് പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾക്കും അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് നല്ല രീതിക്ക് എനിക്ക് അവരുടെ വിജയം എന്ന് പറയുന്നത് എൻ്റെയും കൂടി ഒരു വിജയമാണ്. ഓക്കെ. ഇതിപ്പോ നല്ല രീതിക്ക് വിഷമിക്കുന്ന ആളുകളുടെ ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. ദൈവം പല റിമൈൻഡേഴ്സ് തന്നിട്ട് അത് കാണാനായിട്ട് ശ്രമിച്ചില്ല. നോക്കട്ടെ. എന്താണ് പറഞ്ഞത്? സൈൻസ് ആൻഡ് റിമൈൻഡേഴ്സ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ തന്നു, പല വിധത്തിലുള്ള പരിപാടികൾ കാണിച്ചു തന്നു. പക്ഷെ നിങ്ങളത് കണ്ടില്ല എന്ന് നടിച്ചു. സൈൻസ് ആൻഡ് റിമൈൻഡേഴ്സ്. നിങ്ങൾ അതും ഒരു കാര്യമായിട്ട് പറയാം. നിങ്ങൾ പല രീതിയിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, പല രീതിയിലുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ടാകാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് പല വിധത്തിലുള്ള കാര്യങ്ങൾ, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിനെ കൊണ്ടുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാകാം. ഓക്കെ. അടുത്ത എന്താണ്? ഇതിന്റെ കണക്ഷൻ അല്ലേ ഇത്? ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ്. മനസ്സിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, റിലീസ് ചെയ്യുക. ഡു ദ വർക്ക്. നിങ്ങളിപ്പോ ചെയ്യുന്ന പല പരിപാടികളിലും നിങ്ങളുണ്ടോ? ഉണ്ട്. അതിൻ്റെ അകത്തൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ശ്രദ്ധയില്ല. വേണോ? വേണം. വേണ്ടേ? വേണ്ട. നമ്മൾ പണിയെടുക്കേണ്ടതിന് നമ്മൾ പണിയെടുക്കണ്ടേ? താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾക്കൊരു ജീവിതം, എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടെന്നേ. അല്ലാതെ എല്ലാവരും എല്ലാ കാലത്തും ഇങ്ങനെ നമ്മളുടെ ലൈഫ് ടൈം മുഴുവനും ഒരാൾ വിഷമിച്ച് വേദനിച്ച ഒരു വ്യക്തിനെ കൊണ്ട് വിശ്വാസവഞ്ചന ചെയ്ത് അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു സമയമുണ്ട്. മനസ്സിലായോ? എല്ലാവർക്കും ഒരു സമയമുണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ, നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ, അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട്. കാരണം നിങ്ങൾ പല പരിപാടികളിലും ഉണ്ട്. ഫാമിലിയുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. ഫാമിലി ഫംഗ്ഷനിലുണ്ടോ? ഉണ്ട്. അന്നാ ഒന്നിലും ഇല്ലേ? ശരീരം കൊണ്ടുണ്ട്, മനസ്സുകൊണ്ടില്ല. കമ്പാഷൻ, ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ, കട്ട് ദ കോഡ്സ്. ഞാൻ എന്താണോ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ മനസ്സിന് ശാന്തത വരുത്തണം കേട്ടോ. വരുത്തൂലേ? കേക്കണണ്ടാ? നമ്മൾ മനസ്സിനൊരു ശാന്തത വരുത്തണം. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ടോട്ടലി ഇപ്പൊ പച്ചവെള്ളത്തിൽ വീണ പൂച്ച ചൂടുവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയണ പോലെ, പണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോ വീട്ടുകാര് എന്നെ ചോറ് കഴിപ്പിക്കാൻ വേണ്ടി 5 കണ്ണം വരുന്നുണ്ടട്ടാന്ന് പറയും. ഞാനല്ല, ഇനിയിപ്പൊ എല്ലാരും കൂടി എന്നെ ട്രോളും. 5 കണ്ണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് പവർ ഹൗസ് ഇല്ലേ, മറ്റേ ട്രാൻസ്ഫോമർ, അങ്ങനെയുള്ള സാധനത്തിനാണ് ഞാൻ 5 കണ്ണൻ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്. 5 കണ്ണൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളം ജില്ല, എൻ്റെ നാട് എറണാകുളമാണല്ലോ, ഞാൻ എറണാകുളം ജില്ലയിൽ ഏത് പരിസരത്ത് പോയി ഫുഡ് കഴിക്കാതെ ഒളിച്ചിരുന്നാലും ഞാൻ പറക്കും. ഞാൻ പറന്ന് വീട്ടിൽ കയറും. അപ്പൊ അത്രക്കുള്ള സ്പീഡിലായിരിക്കും. കാരണം എനിക്ക് അത്രക്ക് പേടിയായിരുന്നു. മനസ്സിലായ? അതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ 5 കണ്ണം വന്നിട്ട്
5 കണ്ണനാണോ? കാരണം എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു. ഞാൻ ഏകദേശം ഒരു 8, 9 വയസ്സോ 10 വയസ്സോ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ സമയമായപ്പോഴാണ് ഇതൊക്കെ ഞാൻ മറന്നുപോയത്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുമ്പോൾ അത് 5 കണ്ണനാണ്. നമ്മളെ വന്ന് പിടിക്കും. അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. കാരണം വേറെ ഏത് വ്യക്തി വന്നു കഴിഞ്ഞാൽ അതായിരിക്കും പേടി. ഭയങ്കര ഒരു ടെൻഷൻ. എല്ലാത്തിലും ഒരു പേടി. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്താലും എന്താകുമോ എന്നുള്ള ടെൻഷൻ. ടോട്ടലി എന്തിനേയും ഒരു പേടി, ബുദ്ധിമുട്ട്, വിഷമം അതൊക്കെ മാറുമെന്നേ. എന്നിട്ട് ഇപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 5 കണ്ണനാണോ? അല്ല. അത് കുറച്ച് നാള് കഴിയുമ്പോ മാറും. നിങ്ങൾ എന്നെ ട്രോളല്ലേ ട്ടോ. എന്നെ കളിയാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞതാ. ഏ അപ്പൊ അതൊന്നും അല്ല. നിങ്ങളത് വിശ്വസിക്ക്. ടോട്ടലി ഇവിടെ പേടിച്ചിരിക്കുന്ന മനസ്സുകൊണ്ടും വിഷമം കൊണ്ടും എല്ലാം ഒരു ടോട്ടലി പേടിയാണ്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചം നമ്മൾക്ക് എല്ലാവർക്കും ഒരു സമയം തരുന്നുണ്ട്. എല്ലാവർക്കും അതിപ്പോ നമ്മളുടെ ഒരേ പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരേ പ്രായത്തിലുള്ള ആളുകൾക്ക് ഇപ്പൊ ഒരു 27 വയസ്സുള്ള ആൾക്ക് അതേ പ്രായത്തിലുള്ള പല പരിപാടികളും നടക്കും. അപ്പൊ അവർക്ക് ജോലി കിട്ടുന്നുണ്ടാവും. അതേസമയം മാരേജ് പ്രപ്പോസൽസ്, മാരീഡ് ആവുന്നുണ്ടാവും, കുട്ടികൾ ഉണ്ടാവുന്നുണ്ടാവും. അത് നമ്മൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളും അതേ പ്രായക്കാരാണല്ലോ, നമുക്ക് എന്താ കിട്ടാത്തത്? അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ ജീവിക്കുന്നു, നമുക്ക് എന്താ കിട്ടാത്തത്? അതൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ ടൈമാണ്. അല്ലാതെ എല്ലാവരും ഈ ലൈഫ് ടൈം മുഴുവനും അങ്ങനെ തന്നെ ജീവിക്കൊന്നൊന്നുമില്ല. അതൊക്കെ ആദ്യം നമ്മളൊന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. കേട്ടാ? ഇപ്പൊ എല്ലാരും ഇതൊക്കെ കേൾക്കണുണ്ടല്ലോ അല്ലേ? ഞാൻ ഇത് ഇടയ്ക്ക് ചോദിച്ചില്ലെങ്കിലേ, നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ എനിക്കിത് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഓക്കെ. അപ്പൊ ഇത് എല്ലാ ആളുകളുടെയും, കാണുന്ന എല്ലാ ആളുകളുടെയും എനർജി ഉണ്ടാവും. ഇത് ഇത് ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോ കാണുന്നോ അപ്പൊ ഇത് റെസണേറ്റ് ആവുന്നതാണ്. പക്ഷേ ഇത് കാണുന്ന എല്ലാ ആളുകളുടെയും എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.